ഹലോ, എന്തല്ല കാക്കുവിൻ്റെ കിസുകൾ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമിതാഭ് ബച്ചൻ്റെ 78ാം ജന്മദിനമാണ്. ഇതുപോലെ ഒരു ഒക്ടോബർ 11 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു കിസ്സയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. കൃത്യം പറഞ്ഞാൽ 2007 ട്വിറ്ററും ഫേസ്ബുക്കും തുടങ്ങി അധിക സമയമായിട്ടില്ല. ആൾക്കാരൊന്നും അധികം ട്വിറ്ററിലും ഫേസ്ബുക്കിലൊന്നും ആക്റ്റീവായി തുടങ്ങാത്തൊരു സമയമാണ്. അപ്പം ആ സമയത്ത് ജേർണലിസ്റ്റുകൾക്കൊക്കെ SMS വഴിയായിരുന്നു ഈ അമിതാഭ് ബച്ചനെ പോലത്തെ പല ആക്ടേഴ്സും അവരെ സ്റ്റേറ്റ്മെൻറ്റ്സും ഇതൊക്കെ കൊടുക്കൽ ഷോർട്ട് മെസ്സേജസ് വഴിയായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു ബോളിവുഡ് ജേർണലിസ്റ്റ് ആയിരുന്നു, അമിതാഭ് ബച്ചനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത ഒരാളായിരുന്നു. അവരുടെ അടുത്തുനിന്ന് ഞാൻ മൂപ്പരെ ഈ SMS അയക്കാനുള്ള നമ്പർ വാങ്ങിച്ചു. അങ്ങനെ മൂപ്പരെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഒരു കാരണമുണ്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ. അങ്ങനെ ഞാനൊരു മെസ്സേജ് അങ്ങോട്ടേക്ക് അയച്ചു. മെസ്സേജ് ഇങ്ങനെ ആയിരുന്നു: ഹാപ്പി ബർത്ത്ഡേ സർ, യു ഹാവ് എൻ്റർടൈൻഡ് മൈ ഫാമിലി ഫോർ ജനറേഷൻസ്. ഹോപ്പ് ടു സീ മെനി മോർ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഫ്രം യു. ഹോപ്പ് യു ഹാവ് എ ഗ്രേറ്റ് ഇയർ അഹെഡ്. സെൻഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മെസ്സേജിന് റിപ്ലൈ വന്നു. ഞാൻ ഭയങ്കരമായിട്ടും എക്സൈറ്റഡ് ആയി. പക്ഷെ റിപ്ലൈ ഇങ്ങനെ ആയിരുന്നു: മെനി താങ്ക്സ് ഫോർ യുവർ മെസ്സേജ്, ബട്ട് ഐ തിങ്ക് ദർ വാസ് എ സ്മോൾ എറർ ഇൻ യുവർ മെസ്സേജ്. യു സെഡ് ഹാവ് എ ഗ്രേവ് ഇയർ അഹെഡ്. ഐ ഹോപ്പ് യു മെൻറ്റ് ഗ്രേറ്റ്. ഞാൻ ആകെ ഒരു സെക്കൻഡ് ഐസായിപ്പോയി. അല്ലാ, ഇതെന്ത് പൊട്ടത്തരാണ്. അപ്പം ഞാൻ തിരിച്ച് സെൻഡ് മെസ്സേജ് ഫോൾഡറിലേക്ക് പോയി നോക്കിയപ്പോൾ ശരിയാണ്, ഞാൻ ഗ്രേവ് ഇയർ അഹെഡ് എന്നാണ് ഇതാക്കിയത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അന്ന് ഈ ടച്ച് സ്ക്രീൻ ഫോൺസിൻ്റെ ഒക്കെ മുമ്പുള്ള ടൈമാണ്. സോ അന്ന് ഈ നമ്മളെ T9 ടെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ഫോണിൽ. പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ പണ്ടത്തെ 3310 യൂസ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ ഗ്രേറ്റിനും ഗ്രേവിനും ഒരേ സീക്വൻസാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഗ്രേവ് ഇയർ എന്നായിപ്പോയി. ഒരാൾ 65ാമത്തെ പിറന്നാളിന് വിഷ് ചെയ്തത് ഹാവ് എ ഗ്രേവ് ഇയർ അഹെഡ്. എന്തായാലും ഇന്നിപ്പം അതിനൊന്നും ആവശ്യമില്ല. ഇന്നിപ്പോൾ ട്വിറ്ററും ട്വീറ്റ് ചെയ്യലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കലും അങ്ങനത്തെ പല പരിപാടികളൊക്കെ ആണ്. പക്ഷെ അന്നത്തെ ഈ ഒരു സംഭവം വളരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിച്ചിട്ട് വളരെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതാണ് ഷെയർ ചെയ്തത്. എന്തായാലും that's all for today. Take care. Be safe. Bye bye.